കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ദളിത് കോൺഗ്രസ് അതിന്റെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് പറയുകയും ചെയ്തു. എന്തായാലും വലിയ അതൃപ്തിയിൽ തന്നെയാണ് ദളിത് കോൺഗ്രസ് നിലവിലുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് AK ശശി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ദളിത് കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചിട്ടുള്ളത്? ദളിത് കോൺഗ്രസ് എന്ന കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ്. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാരെ അതിനകത്ത് പലരെയും അതിനകത്ത് സ്ഥാനാർത്ഥികളായി പരിഗണിച്ചു. പക്ഷേ ഈ ദളിത് കോൺഗ്രസ് എന്നുള്ള ഒരു വിഭാഗത്തിന്റെ ഒരാളെ പോലും പരിഗണിച്ചില്ല. ഇത് കാലാകാലങ്ങളിൽ ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഘടന ഉണ്ടായ നാൾ മുതൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നിർബന്ധമായൊരു സീറ്റ് കൊടുക്കും. അത് പഴയ കോൺഗ്രസ് നേതാവ് ശ്രീ KK ബാലകൃഷ്ണൻ തൊട്ട് ഇങ്ങോട്ട് ഏറ്റവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആളിന് വരെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സീറ്റ് മോഹിയായിട്ടല്ല ഞാനിത് പറയുന്നത്. ഒരു സംസ്ഥാന പ്രസിഡന്റിന് സീറ്റ് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് സംഘടന അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ യോഗ്യരായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്. 1-2 പേർ കൊടുക്കപ്പെടുന്നത് അതൊരു കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്ന ഒരു മെസ്സേജാണ്. ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ സ്ഥാനാർത്ഥി നൽകേണ്ടത് ഒരു നയപരമായ ചട്ടമായിരുന്നു. തീർച്ചയായിട്ടും അതാണ്. സ്ഥാനാർത്ഥിത്വം ചിറയൻകീഴ് മണ്ഡലത്തിൽ ഞാൻ ഒരു പിടിച്ചു വാങ്ങി സീറ്റിന് പോകാൻ ഞാൻ ബന്ധപ്പെട്ടില്ല. പക്ഷേ സീറ്റ് കിട്ടിയാൽ കൊള്ളാം. ഞാൻ ഏതാണ്ട് ഒരു 45 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമാണ്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് 13 വർഷം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ KPCC എക്സിക്യൂട്ടീവ് മെമ്പറായി 15 വർഷം. ഏതൊക്കെ സീറ്റുകളാണ് ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ ആവശ്യപ്പെട്ടത് 5 സീറ്റ് ആവശ്യപ്പെട്ടു. നിർബന്ധമായി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അതിപ്പോൾ എടുത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. 5 സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ചിറയൻകീഴ് സീറ്റ് ആവശ്യപ്പെട്ടതാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് കിട്ടിയ കാരണം ഞാൻ തലസ്ഥാന നഗരിയാണ്. തലസ്ഥാന നഗരിയിൽ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവർക്കൊരു ശരണമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ഒരു നിയമസഭാ അംഗമാകണം എന്ന് സംസ്ഥാനത്തിന്റെ പ്രവർത്തകർ മുഴുവനും ആഗ്രഹിച്ചു. നിലവിലിപ്പോൾ സ്ഥാനാർത്ഥിയായി വരുന്നത് രമ്യ ഹരിദാസാണ്. അപ്പോൾ നിലവിൽ ആ നേതൃത്വം അംഗീകരിച്ച പേരിനെ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ. അംഗീകരിച്ചേ പറ്റുള്ളൂ. ഞങ്ങളത് AICC ആണ് റിലീസ് അംഗീകരിക്കുന്നത്. പക്ഷേ എന്നുദ്ദേശിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണമല്ലോ. അവിടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ രംഗത്തിറങ്ങും. പക്ഷെ അതിനകത്ത് പ്രചാരണത്തിന് ഞങ്ങൾ 20-ാം തീയതി ഞങ്ങൾ തീരുമാനിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങും. അതൃപ്തി പൂർണ്ണമായിട്ടും പറഞ്ഞു. കാരണം 20-ാം തീയതി എന്തായാലും തീരുമാനങ്ങൾ ഉണ്ടാവും. 20-ാം തീയതി അറിയിക്കാം. രമ്യ ഹരിദാസിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല. രമ്യ ഹരിദാസ് ഞാൻ പറഞ്ഞല്ലോ, രമ്യ ഹരിദാസ് നല്ല പെർഫോമറാണ്, സ്റ്റേജ് പെർഫോമറാണ്, നല്ല ഗായികയാണ്, ഒക്കെയാണ്. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കോൺഗ്രസിനകത്ത് അങ്ങനെ റയറായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ഞങ്ങൾക്ക് രമ്യ ഹരിദാസിന് റെസ്പെക്ട് ആണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ ഈ പ്രതിസന്ധി രൂക്ഷമാകേണ്ട തരത്തിലേക്ക് തന്നെ ദളിത് കോൺഗ്രസും കൂടെ എത്തുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നയിക്കത്തില്ലേ? കോൺഗ്രസിന് കാര്യങ്ങൾ പറയുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതല്ലോ. ഞങ്ങൾ കാര്യങ്ങൾ പറയണമത്. കാരണം ഇത് പറയാതെ വിക്കഴിഞ്ഞിരുന്നാൽ ഈ സംഘടന നിലനിൽക്കണമല്ലോ. ഇതിനകത്ത് ഒരു സംസ്ഥാന പ്രസിഡന്റിന് പോലും ഒരു അംഗീകാരം കിട്ടില്ലെന്ന് അത് സംസ്ഥാനത്തൊട്ടാകെ ഞങ്ങളുടെ ആൾക്കാർ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഒരു അപമാനിക്കുന്നതിനുള്ള ഒരു ശ്രമമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തീർത്തു പോകണം. ഞങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗം തന്നെ നേതാക്കൾ ആരെയും ധിക്കരിക്കുന്നില്ല. AICCയുടെ പട്ടിക അംഗീകരിക്കണം. പക്ഷേ പറയേണ്ടത് പറഞ്ഞു പോകണം. അപ്പോൾ അതിനകത്തുള്ള ഞങ്ങളുടെ അസംതൃപ്തി ഞങ്ങൾക്കെല്ലാം പറയാൻ പറ്റൂലല്ലോ. അസംതൃപ്തി വ്യക്തമാക്കിയിരിക്കുകയാണ് ദളിത് കോൺഗ്രസ്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തവണ ആ സീറ്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, 5ഓളം സീറ്റ് ദളിത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ആ സീറ്റ് പോലും നൽകാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടെന്നുള്ളതാണ്. അതിൽ അതൃപ്തി കൃത്യമായി തന്നെ ദളിത് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കാടൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.